ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2.5 പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിലേക്ക് എത്താൻ കാത്തുനിൽക്കുന്ന BJP ഈ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുകയും എന്നാൽ തലസ്ഥാന നഗരി മാത്രം തങ്ങളുടെ കൈവിട്ട് പോയതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധ കൂടുതൽ ചെലുത്തിക്കൊണ്ട് പല രാഷ്ട്രീയ തന്ത്രങ്ങളും കളിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടിയിലെ പല MLA-മാരെയും BJP-യിലേക്ക് വരെ കൊണ്ടുവന്നുകൊണ്ട് അവസാന നിമിഷം ആം ആദ്മി പാർട്ടിക്ക് പല പ്രഹരം നൽകിക്കൊണ്ട് വിജയപ്രതീക്ഷയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന BJP ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സജീവമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുൻപോട്ട് വെച്ചുകൊണ്ട് സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആത്മവിശ്വാസത്തിന്റെ പുറത്ത് വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തുമെന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആം ആദ്മി പാർട്ടി മറുതലക്കൽ ഒരു കാലത്ത് പ്രൗഢഗംഭീരമാർന്ന രീതിയിൽ ഈ രാജ്യവും തലസ്ഥാനവും ഒക്കെ ഭരിച്ചിരുന്ന കോൺഗ്രസ് എത്ര സീറ്റുകൾ നേടാൻ കഴിയും എന്ന കണക്കുകൂട്ടലുകളിലാണ്. അതായത് 2.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് 70 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 36 വിജയിച്ചാൽ കേവല ഭൂരിപക്ഷം മറികടക്കും. ആർക്ക് കേവല ഭൂരിപക്ഷം മറികടക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഡൽഹിയിലുണ്ട് എന്ന എക്സിറ്റ് പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 699 സ്ഥാനാർത്ഥികൾ, 13,766 പോളിംഗ് ബൂത്തുകൾ, 1.56 കോടി വോട്ടർമാർ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 11 സർവേ ഏജൻസികളുടെ എക്സിറ്റ് പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയൊന്ന് പരിശോധിക്കാം. അതിൽ ആം ആദ്മി പാർട്ടിക്കാണോ BJP-ക്കാണോ, ഇനി അതല്ല ഒരു ചരിത്ര മുന്നേറ്റത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. ആദ്യം ചാണക്യയാണ്. ചാണക്യ പറയുന്നു 39 മുതൽ 44 സീറ്റുകൾ വരെ BJP-ക്ക് ലഭിക്കുമെന്ന്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 28 വരെ സീറ്റുകൾ, കോൺഗ്രസിനാകട്ടെ 2 മുതൽ 3 വരെ സീറ്റുകളും. അവിടെ വലിയ അന്തരം കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടിക്കും BJP-ക്കും ഉണ്ട്. അവിടെ വളരെ ചുരുങ്ങിയ സീറ്റുകൾ, അതായത് ഒരു കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിന് 2-3 സീറ്റുകൾ മാത്രം ലഭിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയപരമായ വലിയ അധപ്പതനം കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചാണക്യ എന്ന സർവേ സംഘം പറയുന്നത്. മറ്റൊന്ന് മാട്രിക്സ് ആണ്. മാട്രിക്സ് പറയുന്നത് 32 മുതൽ 37 വരെ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്കും 35 മുതൽ 40 വരെ സീറ്റുകൾ BJP-ക്കും ലഭിക്കുന്ന സാഹചര്യത്തിൽ 0 മുതൽ 1 സീറ്റ് വരെ ആയിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുവാൻ സാധിക്കുക എന്ന്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും BJP-യും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നാണ് മാട്രിക്സ് എന്ന സർവേ ഫലത്തിൽ എക്സിറ്റ് പോൾ സർവേ ഏജൻസി പുറത്തുവിടുന്ന കണക്കിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. 32 മുതൽ 37 വരെ സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടുമ്പോൾ 35 മുതൽ 40 വരെ സീറ്റുകൾ BJP നേടുമെന്ന് പറയുന്നു. 0 മുതൽ 1 വരെ കോൺഗ്രസും. ഇനി PMark സർവേയിലേക്ക് വരുമ്പോൾ PMark സർവേയിൽ ആം ആദ്മി പാർട്ടി 21 മുതൽ 31 വരെ സീറ്റുകൾ നേടുന്ന സാഹചര്യത്തിൽ BJP അവിടെ 39 മുതൽ 49 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. അവിടെയും വലിയ അന്തരം ആം ആദ്മി പാർട്ടിയും BJP-യും തമ്മിലുണ്ട്. അതിനേക്കാൾ എത്രയോ പിന്നിലാണ് കോൺഗ്രസ്. അവിടെയും അവിടുത്തെ കണക്കുകളനുസരിച്ചും 0 മുതൽ 1 വരെ സീറ്റുകളാണ് നേടുവാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇനി പോൾ ഡയറി എന്ന സർവേ ഏജൻസിയുടെ എക്സിറ്റ് പോൾ സർവേയിലേക്ക് വരുമ്പോൾ പോൾ ഡയറി പറയുന്നു ആം ആദ്മി പാർട്ടി 18 മുതൽ 25 വരെ സീറ്റുകൾ മാത്രം നേടുമെന്നും. അതായത് നിലവിൽ ഇതുവരെ പറഞ്ഞ സർവേ എക്സിറ്റ് പോൾ കണക്കുകളിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും കുറവ് സീറ്റുകൾ നേടുമെന്ന് പറയുന്ന പോൾ ഡയറി പറയുന്നു 18 മുതൽ 25 സീറ്റുകൾ മാത്രമേ ആം ആദ്മി പാർട്ടി നേടുമെന്ന്. 42 മുതൽ 50 വരെ സീറ്റുകൾ അത് BJP നേടുമെന്ന് അവർ പറയുന്നു. അതായത് കഴിഞ്ഞ തവണ 60 സീറ്റുകൾ നേടിയ ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ 18 മുതൽ അല്ലെങ്കിൽ 20-30 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ BJP 42 മുതൽ 50 വരെ സീറ്റുകളിലേക്ക് കടക്കുമെന്ന് പോൾ ഡയറി പറയുന്നു. അവിടെയും കോൺഗ്രസ് 0 മുതൽ 2 വരെ സീറ്റേ നേടുമെന്ന് പോൾ ഡയറി പറയുന്നുണ്ട്. മറ്റൊന്ന് VPreside ആണ്. VPreside എന്ന സർവേ ഏജൻസി പറയുന്നു 46 മുതൽ 52 വരെ സീറ്റുകൾ BJP നേടും, 18 മുതൽ 23 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി നേടും, 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസ് നേടും. അവിടെയും വലിയ അന്തരം ഈ BJP-യും ആം ആദ്മി പാർട്ടിയും തമ്മിലുണ്ട്. 46 മുതൽ 52 വരെ എന്ന് പറയുന്നത് വലിയ കണക്കാണ്. അവിടെ കേവല ഭൂരിപക്ഷമൊക്കെ എപ്പോഴോ മറികടക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ ആം ആദ്മി 18 മുതൽ 23 വരെ സീറ്റ് വരെ നേടൂ എന്ന് VPreside പറയുമ്പോൾ 0 മുതൽ 1 വരെ സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്ന് പറയുന്നുണ്ട്. പീപ്പിൾസ് പൾസ് എന്ന സർവേ ഏജൻസി പറയുന്നു 51 മുതൽ 60 വരെ സീറ്റുകൾ BJP നേടുമ്പോൾ 10 മുതൽ 19 വരെ സീറ്റ് മാത്രമേ ആം ആദ്മി പാർട്ടി നേടൂ. അവിടെ 0 സീറ്റ്, 1 സീറ്റ് പോലും നേടില്ല എന്നാണ് പീപ്പിൾസ് പൾസ് കോൺഗ്രസിനെ പറ്റി പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ സീറ്റുകൾ നേടില്ല. ഡൽഹി അങ്ങനെ പരിപൂർണമായും കോൺഗ്രസിന്റെ പക്കൽ നിന്ന് നഷ്ടപ്പെടുമെന്ന കണക്ക് പുറത്തു വരുന്നുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടി 10 മുതൽ 19 വരെ സീറ്റ് വരെ നേടും, BJP 51 മുതൽ 60 സീറ്റ് വരെ നേടും. മറ്റൊന്ന് JVC ആണ്. JVC പറയുന്നത് 39 മുതൽ 45 വരെ
സീറ്റുകൾ BJP നേടുമ്പോൾ 22 മുതൽ 31 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി നേടും. അവിടെ 0 മുതൽ 2 സീറ്റ് വരെ മാത്രമേ കോൺഗ്രസിന് നേടാൻ സാധിക്കുമെന്നും JVCയുടെ കണക്കും BJPക്ക് അനുകൂലമായ കണക്ക് തന്നെയാണ്. കേവല വ്യത്യാസം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ശരാശരി വ്യത്യാസത്തിലാണ് BJPയും ആം ആദ്മി പാർട്ടിയും ആ കണക്കനുസരിച്ച് നിൽക്കുന്നത്. 39 മുതൽ 45 വരെ BJPയും 22 മുതൽ 31 വരെ ആം ആദ്മി പാർട്ടിയും. പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നു, പീപ്പിൾസ് ഇൻസൈറ്റ് എന്ന് പറയുന്ന സർവേ ഏജൻസി പറയുന്നു 40 മുതൽ 44 സീറ്റ് വരെ BJP, 25 മുതൽ 29 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി, 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസ്. മറ്റൊന്ന് ടൈംസ് നൗ ആണ്. ടൈംസ് നൗ പറയുന്നു 39 മുതൽ 47 സീറ്റ് വരെ BJP നേടും, 23 മുതൽ 31 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി നേടും, 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസ് നേടും. DV റിസർച്ചിനകത്ത് പറയുന്നു 30 മുതൽ 44 സീറ്റ് വരെ BJP, 26 മുതൽ 34 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി, 0 സീറ്റുമായി കോൺഗ്രസ്. ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആം ആദ്മി പാർട്ടി 30-35 എന്ന ശരാശരി കണക്കിൽ നിൽക്കുമ്പോൾ BJP ഒരു 35, 40, 50 ആ റേഞ്ചിലേക്ക് കുറച്ച് അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം BJPക്ക് കൂടുതലുണ്ട്, ഒരു മേൽക്കൈ BJPക്കുണ്ട്. അതുകൊണ്ട് BJP അധികാരത്തിലെത്തുവാൻ സാധ്യതയേറെ എന്നാണ് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നത്. അവിടെ നേരിയ ചില വ്യത്യാസത്തിൽ നിൽക്കുന്ന ചില സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടിയാണ് തൊട്ട് പിന്നാലെ. കോൺഗ്രസ് എല്ലാവരും പറയുന്നു 0 മുതൽ 2 സീറ്റ് വരെ, ഏറ്റവും അധികം 0 മുതൽ 2 സീറ്റ് വരെ കോൺഗ്രസ് നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. ഈ മേൽപ്പറഞ്ഞ സർവേ ഫലങ്ങളെല്ലാം നിലവിലിപ്പോൾ ആം ആദ്മി പാർട്ടി തള്ളിയിരിക്കുകയാണ്. സർവേ ഫലങ്ങൾക്കൊക്കെ അപ്പുറത്തായിരിക്കും ജനങ്ങൾ തീരുമാനിക്കുന്ന ഫലം. അത് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിരിക്കുമെന്ന് അവർ പറയുമ്പോൾ തീർച്ചയായും ജനങ്ങളാണ് അന്തിമ തീരുമാനം കുറിക്കേണ്ടത്. എന്തായാലും BJPക്ക് വലിയ ആത്മവിശ്വാസമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങൾ നൽകുന്നത്. വലിയ സങ്കടമാണ് കോൺഗ്രസിന് ആ സർവേ ഫലത്തിൽ നിന്ന് ഉണ്ടാകുന്നതും. എന്തായാലും സർവേ ഫലങ്ങൾക്കൊക്കെ മുകളിൽ നിൽക്കും ജനവിധി അറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് 8-ാം തീയതി ഡൽഹിയുടെ വിധി പറയും. അത് M5 ന്യൂസിനോടൊപ്പം തത്സമയം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. തത്സമയം M5 ന്യൂസ് ആ വിധി പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും.